ലോക പോലീസായ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിക്കാൻ പോലും പെടാപ്പാടുപെടുകയാണ്. ഇറാന്റെ ഭാഗത്തുനിന്നും ട്രംപിനെ വധിക്കുമെന്ന ഭീഷണി വന്ന സാഹചര്യത്തിൽ തുർക്കി സന്ദർശിച്ചിരുന്ന ഡൊണാൾഡ് ട്രംപ് തിരിച്ചു പോകാൻ വേണ്ടി പഴയ യുദ്ധവിമാനം ഉപയോഗിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. അതായത് വ്യോമ തലങ്ങളിൽ വെച്ച് ഇറാൻ ആക്രമിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് സാധാരണ സഞ്ചരിക്കുന്ന വിമാനം ഒഴിവാക്കി മറ്റൊരു പഴയ വിമാനം സ്വീകരിക്കുകയായിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഇന്ന് വരുന്നത്. കുറച്ചു മുമ്പാണ് ഡൊണാൾഡ് ട്രംപ് തുർക്കി സന്ദർശിച്ചത്. ആ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായതായി ഇപ്പോൾ അമേരിക്കൻ പത്രങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന് പോലും ഇറാന്റെ ഭാഗത്തുനിന്നും ഇത്തരം വലിയൊരു ഭീഷണിയുണ്ട് എന്ന് വരുമ്പോൾ അമേരിക്ക എത്രമാത്രം വലിയ ഒരു ദാരുണമായ സാഹചര്യത്തിലൂടെയാണ് ഇറാൻ യുദ്ധത്തിൽ കടന്നു പോകുന്നത് എന്ന കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇറാനികൾ അത്തരത്തിലുള്ള ഒരു കടുകൈ ചെയ്യാൻ മടിക്കില്ല എന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു നീക്കം നടത്തിയെന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഈ രീതിയിലുള്ള സാഹചര്യങ്ങൾ നേരിടുന്നു എന്ന് വരുമ്പോൾ ഇറാന്റെ ശക്തിയും കരുത്തും തന്നെയാണ് ഇവിടെ വിളിച്ചോതുന്നത്. ഇറാനെ കുറിച്ച് അമേരിക്ക കാണുന്നത് ഒരു ചെറിയൊരു ശക്തിയായിട്ടല്ല, അതിശക്തമായ അത്യാധുനിക സംവിധാനങ്ങളുള്ള യുദ്ധവിമാനങ്ങളെ തകർക്കാൻ കഴിയുന്ന ഒരു വലിയൊരു പവറായി തന്നെയാണ് കാണുന്നത്. എന്തായിരുന്നാലും ഡൊണാൾഡ് ട്രംപിന് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നത് അമേരിക്കൻ പത്രങ്ങൾ തന്നെയാണ്. മാത്രമല്ല, ഇറാനുമായി യുദ്ധത്തിൽ ലോകത്തിനു മുന്നിൽ ഒരു പരാജയം സമ്മതിച്ച് കീഴടങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു കീഴടങ്ങൽ സാധ്യമല്ലാത്ത ഒരു അധ്യായമാണ്. എന്നാൽ അതിന് പകരം യുദ്ധം അവസാനിപ്പിച്ച് മറ്റു പല ചർച്ചകളുടെയും പേരിൽ ഇത് മെല്ലെ അവസാനിപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് ട്രംപ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ ഒരു ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടെത്താൻ കഴിയാത്ത, ഒരു ലക്ഷ്യവും നേടാൻ കഴിയാത്ത ഒരു യുദ്ധമായി ഇറാനിലുള്ള യുദ്ധം മാറിയിരിക്കുന്നു എന്നത് വസ്തുതയാണ്. അതിനിടയിൽ നമ്മുടെ പ്രേക്ഷകരായ പല ആളുകൾക്കും ഉപകാരപ്പെടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. സൗജന്യമായ ഇംഗ്ലീഷ് പഠനത്തോടൊപ്പം നമ്മുടെ കുട്ടികൾക്കുള്ള മദ്രസ പഠനവും കൂടെ നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ത്വയ്ബ അക്കാദമി. മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി രണ്ട് പ്രത്യേകതകളാണ് ഈ സ്ഥാപനത്തിനുള്ളത്. ഒന്നാമത്തേത്, ഓരോ കുട്ടികളെയും ഇനീഷ്യൽ അസസ്മെന്റ് നടത്തി പ്രത്യേകമായ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. മദ്രസയിലേക്ക് തന്നെ പലപ്പോഴും എൻക്വയറി നടത്തുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, വായിക്കാൻ അറിയുന്നില്ല, ക്ലാസ് 4ലോ 5ലോ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പരാതിപ്പെടുന്ന പല ആളുകളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെയെല്ലാം ഇതിലൂടെ നമുക്ക് അസസ്മെന്റ് സെഷൻ നടത്തി ആ കുട്ടിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ പ്ലാനാണ് മദ്രസ തയ്യാറാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഫ്രീ ഇംഗ്ലീഷ് ലേണിംഗ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലാണെങ്കിലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്താൻ അവരെ പര്യാപ്തമാക്കുന്ന ഒരു രീതിയാണ് ഈ പ്ലാനിങ്ങിലൂടെ അക്കാദമി തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ഫ്ലുവൻ്റ് ആയി വായിക്കാനും സംസാരിക്കാനും അതോടൊപ്പം ഇംഗ്ലീഷ് ഗ്രാമറുകളെല്ലാം പഠിപ്പിക്കുന്ന രീതിയാണ്, അത്തരത്തിലുള്ള സിലബസ് ആണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ വിദേശത്തായതുകൊണ്ടോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കാൻ എന്തെങ്കിലും രീതിയിൽ തടസ്സം നേരിടുന്ന ആളുകൾക്കോ ഇതൊരു പക്ഷേ വലിയ ഉപകാരമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മദ്രസയോടൊപ്പം തന്നെ അവർക്ക് ഇംഗ്ലീഷും ലഭിക്കുന്നു എന്നതാണ് കേരളത്തിൽ ഓൺലൈൻ രംഗത്ത്, മദ്രസ രംഗത്ത് ഈ സ്ഥാപനത്തിന്റെ മാത്രം പ്രത്യേകത.